നമസ്കാരം, ബെൻസർ മെൻസ്വെയർ ടാലന്റ് ഷോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് തോന്നുന്നു ഇതിന്റെ ഫസ്റ്റ് ലുക്ക് അല്ലെങ്കിൽ ഇതിന്റെ ടീസർ ഞങ്ങൾ പുറത്തിറക്കിയിട്ട് കുറച്ചു നാളുകളായി. കാരണം ഒരു ഹൈ ടാലന്റഡ് ആയിട്ടുള്ള ഒരാളെയാണ് ഞങ്ങൾ ഇതിന്റെ ആദ്യ എപ്പിസോഡിലേക്ക് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെയൊക്കെ കാത്തിരിപ്പിന് വിരാമമായിട്ട് അങ്ങനെ ഒരു ഹൈ ടാലന്റഡ് ആയിട്ടുള്ള ഒരാളെ തന്നെയാണ് ഇതിന്റെ ആദ്യ എപ്പിസോഡിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തെ ഞങ്ങൾക്ക് പരിചയപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ വീഡിയോ പ്രൊഫൈൽ ഒന്ന് കണ്ടാലോ. മെൻസ്വെയർ വിപണിയിൽ കാസർഗോഡിൽ ആദ്യമായി ഫാഷൻ തരംഗങ്ങൾ തീർത്ത ബെൻസർ ജെന്റ് ഷോറൂം, കാസർഗോഡ് ആൻഡ് കാഞ്ഞങ്ങാട് സിൻസ് 1999. അഷ്റഫ്, എന്താണ് പറയേണ്ടത്? എനിക്ക് ആ ഒരു നെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല. കാരണം ഇത്രയും സാഹസങ്ങളൊക്കെ ഞങ്ങൾ കാണാറുള്ളത് പഞ്ചാബികളിലെ, അവരിലാണ് ഇത്രയും സാഹസങ്ങൾ കാണാറുള്ളത്. ഇത് കാസർഗോഡുള്ള ഒരാള് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞങ്ങൾക്കൊക്കെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. എന്താണ് അഷ്റഫ് പറയാനുള്ളത്? നമസ്കാരം. കരാട്ടെ പ്രാക്ടീസ് ആരംഭിച്ചത് 10 വയസ്സുണ്ടാകുമ്പോഴാണ്. ഇപ്പോൾ ഈ ഫീൽഡിൽ 10-18 വർഷം കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പോൾ ബ്ലാക്ക് ബെൽറ്റ് എടുത്തിട്ട് 10 വർഷമായി. 10 വർഷമായി. സെക്കൻഡ് ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ് ആണ് ഇപ്പോൾ. എങ്ങനെയായിരുന്നു അഷ്റഫ് ഇതിലേക്കുള്ള തുടക്കം? ഒരു പണ്ട് മുതലേ ഓട്ടത്തിലും ചാട്ടത്തിലും നീന്തലിനും തെങ്ങിൽ ഇങ്ങനെയൊക്കെയുള്ള കുരുത്തക്കേടുകളൊക്കെ അങ്ങനെയാണ് തുടങ്ങിയത് ഈ ഒരു ഫീൽഡിൽ? എങ്ങനെയാണ്? ചെറിയ പ്രായം ഉണ്ടാകുമ്പോൾ തന്നെ സിനിമയിലൊക്കെ ബ്രൂസ് ലീയുടെ ഒക്കെ ഫൈറ്റിങ്സിൻ്റെ ക്രേസ് കൊണ്ടാണ് കരാട്ടെ പഠിക്കാനുള്ള താല്പര്യം ഉണ്ടായത്. പിന്നെ വീട്ടുകാരുടെ നല്ല ഫാമിലി സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഉമ്മ ഉപ്പയൊക്കെ നല്ല സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് പഠിക്കാൻ പറ്റുക. പിന്നെ ഒരു കാര്യം, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലുള്ള ഞങ്ങളുടെയൊക്കെ ഒരു ഹീറോ എന്ന് പറയാനുള്ള ഒരാളുണ്ടായിരുന്നു പണ്ട് ഈ ചാനലുകളൊക്കെ വരുന്നതിന് മുമ്പ്. ദൂരദർശന്റെ ശക്തിമാൻ എന്ന് പറയുന്ന ഓർമ്മയുണ്ടാവും. ഞങ്ങളുടെ കുട്ടികളുടെയും മുതിർന്നവരും എല്ലാവരുടെയും ഒരു റോൾ മോഡൽ, ഒരു ഹീറോ. ശക്തിമാൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഹീറോ ആയിട്ട് മാറിയ ഒരാളായിരുന്നു ശക്തിമാൻ. എത്രത്തോളം ചെറിയ പ്രായത്തിൽ ആ സമയത്ത് ഞാനും പ്രോഗ്രാം ഒരുപാട് കണ്ടിട്ടുണ്ട്. ആഴ്ചയിൽ ഒരു പ്രാവശ്യമാണ് ശക്തിമാൻ ഉണ്ടായിരുന്നത്. ഞാൻ എല്ലാ എപ്പിസോഡും കാണാറുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ആകാംക്ഷയാണ് അതുപോലെയൊക്കെ ചെയ്യാൻ, ഒരു സൂപ്പർ ഹ്യൂമൺ ആയി. അതുപോലെ എനിക്കും ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ഒരു റിസ്ക് ഉള്ളൊരു ഏരിയയാണത്. ഒരുപാട് സാഹസങ്ങളൊക്കെ ചെയ്യുന്നത്. എന്തെങ്കിലും അപകടം ഇതുവരെ ദൈവാനുഗ്രഹം കൊണ്ട് അവിടെ ഒന്നും പറ്റിയിട്ടില്ല. ഇത് ഇനി അങ്ങോട്ടൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. ഒരുപാട് റിസ്കുകളൊക്കെ എടുക്കാറുണ്ട്. എന്തെങ്കിലും ഒരു ഉൾഭയം എനിക്കിങ്ങനെ സംഭവിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ആ കാറിന്റെ ഒരു സംഭവം തന്നെയാണ് എന്റെ ആദ്യത്തെ കാഴ്ചയാണ്. സത്യം പറഞ്ഞാൽ ഇതുപോലെ ഒരു സംഭവം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒന്ന് കൈതെറ്റി പോകും എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു ഭയം ഇല്ല. ചെറിയ പ്രായത്തിൽ തന്നെ പ്രാക്ടീസ് ചെയ്തു വന്നുകൊണ്ട് അത്ര വലിയ ഭയമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരാളാണ്. ഇങ്ങനെയൊരു ഭ്രാന്ത് അങ്ങനെ തന്നെ പറയാൻ. കാരണം പാട്ട് പാടുന്നവന് പാട്ടാണ് ഭ്രാന്ത്, ഡാൻസ് കളിക്കുന്നവന് ഡാൻസാണ് അവന്റെ ഭ്രാന്ത്. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ വിശേഷിപ്പിച്ചത്. ഏത് പ്രായം മുതലാണ് ഇങ്ങനെ ഒരു കാര്യത്തിൽ? അതായത് കരാട്ടെ പഠിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷമാകുമ്പോൾ തന്നെ ഇതിനോട് ഭയങ്കര ക്രേസ് തുടങ്ങി. പിന്നെ 10 വയസ്സിലാണ് കരാട്ടെ 6ാം ക്ലാസ്സിലിരിക്കുമ്പോൾ. ശരിക്കും പഠിക്കുന്നുള്ളത് കരാട്ടെയാണ്, പഠിപ്പിച്ചുകൊണ്ടുള്ളതും കരാട്ടെയാണ്. അതിനൊപ്പം തന്നെ തൈക്വോണ്ടോ, പിന്നെ മുവായ് തായ്, പിന്നെ കിക്ക് ബോക്സിങ്, പിന്നെ അതേപോലെ ജിംനാസ്റ്റിക് എല്ലാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എല്ലാം യൂട്യൂബ് നോക്കിയിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നുള്ളത്. അതുകൊണ്ടാണ് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് ഐറ്റംസും കൂടി ചെയ്യാൻ പറ്റിയത്. കോമ്പറ്റീഷനിൽ 8 പ്രാവശ്യം നാഷണൽ ലെവൽ ചാമ്പ്യൻ ആയിട്ടുണ്ട്. അതേപോലെ 1 പ്രാവശ്യം ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ട് ഇൻ്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ യൂറോപ്പിൽ വെച്ച് മത്സരിക്കാനും പറ്റിയത്.
ഞങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റാവുന്ന ഒരു വ്യക്തി എന്ന് തന്നെ പറയാം. കാരണം നമ്മുടെ കാസർഗോഡിന് കിട്ടിയ ഒരു അഭിമാനം എന്ന് തന്നെ പറയാം. എനിക്ക് തോന്നുന്നു കരാട്ടയിൽ മാത്രമല്ല അഷ്റഫ്. കാരണം അഷ്റഫിന്റെ പല രീതികളും കാണുമ്പോൾ അത് കരാട്ട മാത്രമല്ല, മറ്റു പല കാര്യങ്ങളിലും അഷ്റഫ് വളരെ ഒരു എന്താ തന്നെ പറയുന്നത്, അഷ്റഫിന്റെ ബോഡി ഭയങ്കര സ്ട്രോങ് ആണ്. എന്താണ് ഇതിന്റെ ഒരു രഹസ്യം എന്ന് പറഞ്ഞുതരാമോ? അതായത് കരാട്ടയിലുള്ള ഇപ്പോൾ ഹെഡ് സ്റ്റാൻഡ്, റണ്ണിങ് കാറിൽ ഹെഡ് സ്റ്റാൻഡ് ചെയ്ത് തന്നെ കരാട്ടയിലുള്ള ഒരു ഐറ്റം അല്ല. ആക്ച്വലി യോഗയുടെ ഭാഗമാണ് ഹെഡ് സ്റ്റാൻഡ്. അപ്പോൾ ഹെഡ് സ്റ്റാൻഡ് ഞാൻ സാധാരണ ബൈക്കിൻ്റെ മേലെയും കാറിൻ്റെ മേലെയും പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ പെട്ടെന്ന് തോന്നിയതാണ് ഈ റണ്ണിങ് കാറിൽ ഹെഡ് സ്റ്റാൻഡ് സാധാരണ ഫ്ലോറിൽ കാറിൻ്റെ മേലെല്ലാം നിർത്തിയിട്ട് കാറിൻ്റെ മേലെല്ലാം ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടുണ്ട്. ഇത്തരം റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും പ്രതികരണം? ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയാണോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ അങ്ങനെ പറ്റും ഇങ്ങനെയുള്ള പ്രതികരണമാണോ? തീർച്ചയായിട്ടും എൻ്റെ ഫാമിലിയിൽ നിന്ന് എപ്പോഴും ചെയ്യാൻ വേണ്ടി മാത്രമാണ് സപ്പോർട്ട് ഉണ്ടായത്. ചില നല്ല തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും ഉണ്ടാവും. എപ്പോഴും പറയാറുണ്ട്, ഉപ്പ എല്ലാം എപ്പോഴും പറയാറുണ്ട് ശ്രദ്ധിക്കണം. അതേപോലെ ഫ്രണ്ട്സിൻ്റെ ഭാഗത്തുനിന്നും നല്ല ഫ്രണ്ട്സിൻ്റെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ടുണ്ട്. ചില ആൾക്കാർ ഇപ്പോഴും ഒരു കല്ലെടുത്തെറിഞ്ഞെങ്കിൽ എന്ത് കരാട്ടെ എന്ന് ചോദിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഭയങ്കര ഡിമോട്ടിവേഷൻ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അതൊന്നും കെയർ ചെയ്യാണ്ട് സത്യം പറഞ്ഞെങ്കിൽ ഒരുപാട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണുള്ളത്. അങ്ങനെയുള്ളവരെ ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ മാത്രമേ ഞാൻ മൈൻഡ് ചെയ്യുന്നു എന്നാണ് ഈ പറഞ്ഞതിന്റെ. എല്ലാവർക്കും സ്വതന്ത്രമായ പ്രതികരണം ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ചില ആൾ ഡിമോട്ടിവേഷൻ കരാട്ടെ ട്രെയിനർ 10 വർഷമായിട്ട് പഠിപ്പിച്ചുകൊണ്ട് നിങ്ങളെ ഈ ഷോക്ക് ഒരു പരിമിതിയുണ്ട്. അപ്പോൾ അവസാനമായിട്ട് എന്താണ് പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം? ഉദാഹരണം പറഞ്ഞാല് ഞങ്ങളുടെ ഈ തലമുറ, പുതുതലമുറ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ഒരു വേസ്റ്റ് ആണെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയാണ്. അങ്ങനെയുള്ള ഒരു തലമുറയോട് എന്താണ് അഷ്റഫിന് കൊടുക്കാനുള്ള ഒരു ഉപദേശം? തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് ചെറിയ കുട്ടികളടക്കം മൊബൈലിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹത്തിനെ ശരിക്കും മാറ്റി നിർത്താനും കരാട്ടെ പ്രാക്ടീസിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല കഞ്ചാവും ഡ്രഗ്സും ഉപയോഗിക്കുന്ന ഒരുപാട് കാസർഗോഡ് ഇഷ്ടം പോലെ കഞ്ചാവ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുള്ളത്. അപ്പോൾ അതിനോട് തീരെ താല്പര്യമില്ലാത്ത ഒരു പ്രവണത ഉണ്ടാക്കാൻ കരാട്ടയിലും തീർച്ചയായിട്ടും പറ്റും. നല്ല സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും, സെൽഫ് ഡിഫെൻസ് ചെയ്യാൻ പറ്റും നമുക്ക്. അതേപോലെ ആത്മധൈര്യം, പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാവും. എല്ലാ സമയത്തും നല്ല സ്പീഡ് ഉണ്ടാവും, പവർ ഉണ്ടാവും. ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കരാട്ടെ അല്ലെങ്കിൽ മറ്റു മാർഷ്യൽ ആർട്സ് ഏതാണെങ്കിലും തീർച്ചയായിട്ടും ഓരോ വ്യക്തിയും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സംഭവം ആയോധന കലയാണ്. പിന്നെ ഗേൾസ് പ്രത്യേകിച്ച് ഇന്നിപ്പോൾ എല്ലായിടത്തും ഗേൾസ് ഭയങ്കര അക്രമത്തിൽ പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഗേൾസിനും കൂടി ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സ്കീമിൽ തന്നെ ഗവൺമെൻറ് പദ്ധതിയുണ്ട്. ഇപ്പോൾ ഗേൾസിന് മാത്രം 9ാം ക്ലാസ്സിലത്തെ ഗേൾസിന് മാത്രം കരാട്ടെ അല്ലെങ്കിൽ മറ്റു മാർഷ്യൽ ആർട്സ് പഠിക്കാനുള്ള ഒരു ചാൻസ് ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തും ഗേൾസ് ആണെങ്കിലും ചെറിയ കുട്ടികളാണ് നിർബന്ധമായിട്ടും മാർഷ്യൽ ആർട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ. ഒരുപാട് നന്ദിയുണ്ട് അഷ്റഫ്, ഞങ്ങളുടെ ഈ ടാലൻറ്റ് ഷോയിൽ അതിഥിയായി വന്നതിൽ. എൻ്റെ പേരിലും ഞങ്ങളുടെ പബ്ലിക് കേരള ചാനലിൻ്റെ പേരിലും ഒരുപാട് നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഇതുപോലെ ഇനിയും ഒരുപാട് ചാനലുകളിൽ നിറഞ്ഞു നിൽക്കാനുള്ള ആ ഒരു ആരോഗ്യവും കഴിവും എന്നും നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.